ഈ ഒരു രൂപത്തിലുള്ള ബോർഡ് നിങ്ങൾക്ക് കത്തിയിട്ട് ബാൻ ആയിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ, ഹൈ ഫ്രണ്ട്സ്, നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ലിനോവോ ഐഡിയാപാഡ് S540 മോഡൽ വരുന്ന ലാപ്ടോപ്പാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈൻസ് എന്നാ കസ്റ്റമർ പറയുന്നത്, വർക്കിങ്ങിന്റെ ഇടയിൽ എന്ത് ചെയ്തു, ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് പുക വന്നു അഥവാ ഒന്ന് ഫയർ ആയി എന്നാ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെക്ക് ചെയ്യാം. നമ്മൾ ബോർഡ് ഓപ്പൺ ചെയ്തു. ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടത് എന്താ വെച്ചാൽ, ഈ കാണുന്നത് എന്ന് വെച്ചാൽ ഇത് ബാറ്ററിയാണ്. ഇത് ബാറ്ററിയാണ് കാണുന്നത്, ഇത് ബാറ്ററിന്റെ കൺട്രാ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് ബാൻ അയക്കുന്നത് അഥവാ കത്തിയിരിക്കാൻ ചെയ്യുന്നത്. ഈ ഒരു രൂപത്തിലുള്ള ബോർഡ് നിങ്ങൾക്ക് കത്തിയിട്ട് ബാൻ ആയിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു രീതിയിലുള്ള പിക്ചർ, ഒരു ഡെപ്ത് പിക്ചർ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ ഭാഗം മൊത്തമായിട്ട് എന്ത് ചെയ്യുക, നൈഫ് കൊണ്ട് നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, നൈസായിട്ട്. കാരണം ഓവർ അമർത്തിയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഓവർ അമർത്തി കട്ട് ചെയ്തതിന് എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ, അടിയിൽ ലെയർ ഉണ്ട്, ആ ലെയറും കൂടി ജാം ആവും. അപ്പോൾ അതും കൂടി ഷോർട്ട് ആവും. അപ്പോൾ നിങ്ങൾ ആ മേലത്തെ ലെയർ മാത്രം നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നൈസായിട്ട് ക്ലീൻ ചെയ്യുക, ഷോർട്ട് റിമൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് റഫ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇൻഡക്ടർ ആയാലും ഈ കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ സ്ഥലമൊന്നും ഇതല്ല, ശരിക്കും ഈ ഒരു ഭാഗത്താണ്. പക്ഷെ നമുക്ക് ഉള്ള ഭാഗം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് റഫ് ആയിട്ട് ചെയ്യുക. അപ്പൊ സിസ്റ്റം ഡെഡ് ആണെങ്കിൽ അതുവരെ ചാർജിങ് നടക്കില്ല. സിസ്റ്റം നമ്മൾ ഈ ഒരു ഭാഗം ഈ പ്രിന്റ് കട്ട് ചെയ്ത്, ഈ പ്രിന്റ് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയ ഷോർട്ട് മാറ്റിയ ഉടൻ തന്നെ നമുക്ക് സിസ്റ്റം ഞാൻ വർക്കിംഗ് നോക്കുന്ന സമയത്ത് വർക്കിംഗ് ആണ്, സെറ്റാണ്. അതിന് ശേഷം നമ്മൾ ചാർജിങ് നടക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളി നമ്മൾ റഫായിട്ട് കളിച്ചത്. റഫായിട്ട് കളിച്ചു നോക്കുമ്പോൾ സാധനം സക്സസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് സപ്ലൈ ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസ്പ്ലേ ചാർജിങ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ DC നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണക്ടർ സപ്ലൈ ഇവിടെ ഓക്കെ ആണ്. സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 20 ഓക്കെ ആണ്. അതിന് ശേഷം നമുക്ക് ഇവിടെ സപ്ലൈ ചെക്ക് ചെയ്തതിന് കിട്ടും. നമുക്ക് ബാറ്ററി ഇവിടെ കണക്ഷൻ കൊടുക്കുക. ബാറ്ററി ഇവിടെ കണക്ഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൽ 12.4 2.29 അഥവാ ഇത് ചാർജിങ് ഇതിപ്പോൾ എത്ര, ഒരു 80% മേലെ ചാർജിങ് അയക്കണം. ഞാൻ കുറച്ചു നേരം ചാർജ് ആക്കിയിരുന്നു, ഇപ്പോൾ 92 അപ്പോൾ നമുക്ക് ചാർജിങ് നടക്കുന്നുണ്ട്. ഇൻഡിക്കേഷൻ, റെഡ് ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, സിസ്റ്റം അതേമാതിരി ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഡിസ്പ്ലേ നമുക്ക് ഉണ്ടാകാൻ നോക്കാം. ജസ്റ്റ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്, സിസ്റ്റം വർക്കിംഗ് ആണ്. അപ്പോൾ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ റഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ക്യൂട്ടായിട്ട് നീറ്റായിട്ട് സ്മാർട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ട്രെയിനിങ് ആൻഡ് സർവീസാണ് ഞങ്ങളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.